നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 8ാമത്തെ ചാപ്റ്ററായ അധികാരം ജനങ്ങൾക്ക്. നോക്കാം. വികസനത്തിന്റെ പൂക്കോട്ടുമല മാതൃക. പൂക്കോട്ടുമല ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. എന്തൊക്കെയാണ്? പൂക്കോട്ടുമല 11ാം വാർഡ് ഇന്ന് ഫിലമെന്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിക്കും. പിന്നെ 5ാം വാർഡിൽ ഇന്ന് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം. അങ്ങനെ കുറേ ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സുസ്ഥിര പുരോഗതി കൈവരിച്ച ഗ്രാമമാണ് പൂക്കോട്ടുമല. ഭക്ഷ്യ സ്വയം പര്യാപ്തത, തണ്ണീർത്തട വികസനം, എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകൾ, തരിശു രഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെന്റ് രഹിത ഗ്രാമം തുടങ്ങി അനവധി വികസന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിലായി നടപ്പാക്കിയിട്ടുള്ളത്. ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമാണ് പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയത്. പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗ്രാമസഭകളിലൂടെയും വാർഡ് സഭകളിലൂടെയും ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ ചില പ്രവർത്തന പദ്ധതികൾ നിങ്ങളുടെ പ്രദേശത്തും ഉണ്ടാകുമല്ലോ. ഇനി എന്താണ് ഗ്രാമസഭ, വാർഡ് സഭയൊക്കെ അടുത്തറിയുമ്പോൾ? ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്കു മാത്രമല്ല ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്നത് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാവാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. നമ്മുടെ എല്ലാം സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ട ഇടമാണ് ഗ്രാമസഭകൾ എന്ന് എനിക്ക് ബോധ്യമായി. നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഗ്രാമസഭയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. നഗരങ്ങളിൽ ഇതിനെ എന്ത് പറയുന്നു? വാർഡ് സഭ എന്നറിയപ്പെടുന്നു. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകളും ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകളും ക്കുള്ള അവസരവും ഉണ്ടാകും. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത്. അധ്യക്ഷനാരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. കൺവീനർ വാർഡ് മെമ്പർ ആയിരിക്കും. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ ഗാന്ധിജിയുടെ സ്വപ്നം നോക്കാം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ്യം മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്ക് ആവശ്യമുള്ള പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിൽ ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. ഹരിജൻ എന്ന് പറയുന്ന 26/7/1942 ഗാന്ധിജിയുടെ സാഹിത്യ സംഗ്രമം അതിലെ വരികളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്തൊക്കെയായിരുന്നു? ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, പിന്നെ ഗ്രാമങ്ങളിൽ പൂർണ്ണ റിപ്പബ്ലിക് ആവുക,
പിന്നെ ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക്കാവുക, ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുക. പിന്നെ ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്ക് ആവശ്യമായ പരുത്തിയും വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് ഗ്രാമങ്ങളിൽ പ്രത്യേക സ്ഥലമുണ്ടായിരിക്കണം. പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. പിന്നെ ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. ഭൂമി എന്തെടുക്കണം? കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാനുള്ള സ്ഥലമായിട്ട് എടുക്കണം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗങ്ങളാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടു. പാലം പണി വേഗത്തിൽ പൂർത്തിയായി. അർഹരായവരെ കണ്ടെത്താൻ ഗ്രാമസഭയിൽ പ്രത്യേക സമിതി സ്വപ്നഭവനം പദ്ധതി യാഥാർത്ഥ്യമാക്കി. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കൊളാഷിൽ നിന്നും ജനപങ്കാളിത്തം കൊണ്ട് വിജയം വരിച്ച പ്രാദേശിക വികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെ എന്തു പറയുന്നു? അധികാര വികേന്ദ്രീകരണം എന്നാണ് പറയുന്നത്. അപ്പം അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണം ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര കേന്ദ്രീകരണം. ഇനി ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അധികാര കേന്ദ്രീകരണത്തിൽ ഒരാൾ മാത്രം നിക്ഷിപ്തമായിരിക്കും. ചിലരിൽ മാത്രം. ഇനി നോക്കുക, അധികാര വികേന്ദ്രീകരണം സവിശേഷതകൾ നോക്കാം. എന്തൊക്കെയാണ്? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യമുണ്ടായിരിക്കും. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. പിന്നെ സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. എന്തൊക്കെയാണ്? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യമുണ്ട്. പിന്നെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പിന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച എന്ന് വെച്ചാൽ 5, ആയത് യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ആയത് എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇനി അധികാര വികേന്ദ്രീകരണം. ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണം അനുച്ഛേദം 40 പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ.
അപ്പോൾ പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്താൻ നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകളാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ 1957. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയായിരുന്നു. പിന്നെ അശോക് മേത്ത കമ്മിറ്റി 1978 ശുപാർശ എന്തൊക്കെയാണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് അവർ ശുപാർശ ചെയ്തത്. മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയായിരുന്നു തിരിച്ചിരുന്നത്. ദ്വിതല പഞ്ചായത്തിനെ മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ തിരിക്കാനെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ എന്താണ്? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഇപ്പുറത്താണെങ്കിലോ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പായിരിക്കണം. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയായിരിക്കും അശോക മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. പിന്നെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ബൽവന്ത് റായുടെ ശുപാർശ. അടുത്ത പട്ടികജാതി പട്ടികവർഗ സംവരണം വേണം എന്നുള്ളതായിരുന്നു അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ. തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൌർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. 1959 ഒക്ടോബർ 2 എവിടെയായിരുന്നു? രാജസ്ഥാനിലെ നഗൌറിലായിരുന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും പിന്നെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഭരണഘടനാ ഭേദഗതി. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 73 ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജ് നിയമവും പിന്നെ 74 നഗരപാലിക നിയമവും. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഇത് തമ്മിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. 73 ഭരണഘടനാ ഭേദഗതിയിലെ നമുക്ക് ആദ്യമേ പറയാം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഭരണകാലാവധി 5 വർഷമായിരുന്നു. പിന്നെ 5 വർഷം പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. പിന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനമായിരിക്കും ഉള്ളത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഇനി 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? വാർഡ് സഭകളുടെ രൂപീകരണം പറയുന്നു. പിന്നെ ഭരണകാലാവധി 5 വർഷം തന്നെയാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനുണ്ട്. പിന്നെ 2 തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയായിരുന്നു? നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. കേരളത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ വില്ലേജ് തലത്തിൽ എന്തൊക്കെയായിരുന്നു? ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് തലത്തിലാവുമ്പോൾ പഞ്ചായത്ത് സമിതി. ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തായിരുന്നു. ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ അതൊക്കെ ഓർക്കണേ. ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന എന്താണ്? പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജിനെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? ജില്ലാ പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തെ മുനിസിപ്പൽ കൗൺസിൽ എന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നും തിരിച്ചിരിക്കുന്നു. ജനകീയ ആസൂത്രണം കേരളത്തിൽ 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996
കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരവും ചുമതലയും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. എന്നാണ് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തിയത്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. ഇനി ചുമതലകൾ പലവിധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ബോർഡ് നിരീക്ഷിക്കൂ. എന്തൊക്കെ ചുമതലകളും സേവനങ്ങളുമാണ് അവ നിർവഹിക്കുന്നത് നോക്കാം. ജനന മരണ രജിസ്റ്റർ ചെയ്യലുണ്ട്. പിന്നെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ കേട്ടോ. ഇവർ നൽകുന്ന ചുമതലകളും സേവനങ്ങളുമാണ്. വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. ഇത് മിഴിയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണമാണ്. എന്ത് പറയുന്നത്? മുത്തശ്ശി, ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിലെ ചുമതലകളെ കുറിച്ച് പഠിച്ചല്ലോ. ആഹാ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മിഴി എന്താണ്? സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനനമരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ? മുത്തശ്ശി എന്ത് പറഞ്ഞേ? മിടുക്കി, നല്ല ചോദ്യം. പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും ഉണ്ട്. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങിയ പലതരം നികുതികളിൽ നിന്നാണ് പഞ്ചായത്തുകൾക്ക് വരുമാനം. അപ്പൊ പഞ്ചായത്തുകൾക്ക് വരുമാനം എവിടെ നിന്നൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് വിവിധ ഫണ്ടുകൾ കിട്ടും, പിന്നെ ഗ്രാന്റുകൾ കിട്ടും, പിന്നെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, പിന്നെ വിനോദ നികുതി തുടങ്ങിയ പലതരം നികുതികളിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പം അടുത്ത മിഴി എന്താ? മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിന്റെ പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ. അതും പഞ്ചായത്തിന്റെ വരുമാന മാർഗങ്ങളിൽ പെടില്ലേ? അതെ, അത് ഉൾപ്പെടും. പെർമിറ്റ്, പിന്നെ രജിസ്ട്രേഷൻ മുതലായവയും നിന്നുള്ള ഫീസുകളും, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗങ്ങളിൽ പെടും. ആഹാ, അപ്പോൾ ഇത്രയേറെ വരുമാന മാർഗങ്ങൾ ഉണ്ടല്ലേ? മുത്തശ്ശി, ഉണ്ട്. പക്ഷേ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവമനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നതും മറക്കണ്ട. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണ്ടേ? ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് വരുമാനം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം എന്തൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നുള്ള ഫണ്ടുകളും ഗ്രാന്റുകളും, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്ന് കിട്ടുന്ന ഫീസ്, പിന്നെ ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവയെ ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഫീസ്, പിന്നെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങൾ, നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനയൊക്കെ. ഇതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭയിലെ കുറഞ്ഞ പങ്കാളിത്തം, ഗ്രാമീണ മേഖലകളിൽ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, പിന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ
ജനങ്ങളും പങ്കാളികളാവുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇത് ഉറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിന്റെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ടു പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. ചാപ്റ്റർ ഇത്രയായിരുന്നു. ഇതിനകത്ത് അധികാര കേന്ദ്രീകരണം എന്താണ്, അധികാര വികേന്ദ്രീകരണം എന്താണ്, പിന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പഞ്ചായത്ത് രാജ് സംവിധാനമെന്നും നഗരപാലിക സംവിധാനമെന്നും തിരിച്ചിട്ടുണ്ട്. അതിനെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് രാജിനെ 3ആയിട്ട് തിരിക്കുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തെ മുനിസിപ്പൽ കൗൺസിൽ എന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നും. പിന്നെ അതിന് മുമ്പ് എന്തായിരുന്നു പഠിച്ചത്? ഭരണഘടനാ ഭേദഗതികൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 73, പിന്നെ നഗരപാലിക സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 74. അതിൻ്റെ പ്രത്യേകതകൾ പിന്നെ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ എന്നായിരുന്നു 1957 അവരുടെ കമ്മിറ്റി രൂപീകരിച്ചത്. പിന്നെ അശോക് മേത്ത കമ്മിറ്റി 1978. അതിൻ്റെ പ്രത്യേകതകൾ പിന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതെന്നാണ് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൌർ ജില്ലയിൽ. പിന്നെ അതിനെ തുടർന്ന് ഇവിടെയൊക്കെ വന്നു. തമിഴ്നാട്ടിൽ, പശ്ചിമ ബംഗാളിൽ, ആന്ധ്രാപ്രദേശിൽ അതേ വർഷം തന്നെ വന്നു. ഇത്രയൊക്കെയായിരുന്നു ഈ ചാപ്റ്ററിനകത്തുള്ളത്. നല്ലപോലെ ഒരു വട്ടം കൂടി കേട്ടു നോക്കണേ. താങ്ക്